ഏകദേശം 17-18% മാത്രമാണ് ആഭ്യന്തര ഉൽപാദനം. വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദം സൃഷ്ടിച്ച കാഫിർ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച വിധി പറയും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക. ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വാദം കേട്ടു. റിയാസ് കെമാർ ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും വടകര സ്ക്രീൻഷോട്ട് കേസിൽ ഇപ്പോൾ എന്തായാലും ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ കോടതി മാറ്റിയിരിക്കുകയാണ്. വിശദമായ വാദമാണെന്ന് കോടതി കേട്ടത്. എങ്ങനെയാണ് വിവരങ്ങൾ? 2 ദിവസത്തെ അവധിക്ക് ശേഷം കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് തിരിച്ചെത്തി. ഇന്ന് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിലുള്ള വാദം കേട്ടു. വിധി മറ്റന്നാൾ ആണ് പ്രസ്താവിക്കുക എന്ന് കോടതിയിൽ അറിയിച്ചു. കോടതി അറിയിക്കുകയും ചെയ്തു. അതിനിടെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ വാദത്തിനിടയിൽ ജിതിൻ മനഃപൂർവ്വം തെളിവുകൾ നശിപ്പിച്ചതായി പ്രോസിക്യൂഷൻ പറഞ്ഞു. നമുക്കറിയാം, ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. അന്ന് കെ ശൈലജ ടീച്ചറുടെ പേരിൽ ഒരു വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിച്ച സംഭവം. അന്ന് UDF-നെതിരെ LDF പ്രവർത്തകർ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കാര്യമായി ഈ അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല. തുടർന്ന് ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമായിട്ടുള്ള ജിതിൻ ഭാസ്കറിന് ഇതിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടുകയും ചെയ്തു. അതിനിടെയാണ് ഇന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അതിലാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന ഒരു വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നും ഉന്നയിച്ചത്. സ്വന്തം ഫോൺ റീസെറ്റ് ചെയ്തത് എങ്ങനെ തെളിവ് നശിപ്പിക്കലാകുമെന്നാണ് പ്രതിഭാഗം അതിന് മറുവാദമായി ഉന്നയിച്ചത്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ജിതിന്റെ അഭിഭാഷകൻ ആരോപിക്കുന്നത്. മാത്രമല്ല, 1.5 വർഷത്തിലധികമായി പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകണമെന്ന് പ്രതിഭാഗം വാദിക്കുമ്പോൾ ജാമ്യം നൽകരുത്, തെളിവ് നശിപ്പിക്കുന്നയാൾക്ക് ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്തായാലും വാദം ഈ കേസിൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി വെള്ളിയാഴ്ച ഇത് വിധി പ്രസ്താവിക്കും. ശരി റിയാസ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കോഴിക്കോട് വടകര ദേശീയപാതയിൽ തുടർച്ചയായ 4